ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കൾക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രുതി ടീച്ചറാണ്. മലയാളം സെക്കൻഡ് അടിസ്ഥാന പാഠാവലിയുടെ പരീക്ഷയാണ് നാളെ അല്ലേ? അടിപൊളിയായിട്ട് പഠിക്കണ്ടേ? മെഗാ മാരത്തോൺ വേണ്ടേ? 7 മണിക്ക് മെഗാ മാരത്തോൺ ഉണ്ട്, എല്ലാവരും കാണണം. രാവിലെ അല്ലേ? എന്താണ്? നാളെ രാവിലെ 6 മണിക്ക് മോർണിംഗ് ബൂസ്റ്റർ ഉണ്ട്. അതിനു മുൻപായിട്ട് നിങ്ങളെ ഒരു ക്വസ്റ്റ്യൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. ഏതാണ്? കഴിഞ്ഞ പരീക്ഷയിൽ എളുപ്പമല്ലായിരുന്നാ? അപ്പോൾ ഇതാ ഒരു ചോദ്യം പിടിച്ചോ. കഥാപാത്ര നിരൂപണം അല്ലെങ്കിൽ കഥാപാത്ര പരിചയം അല്ലേ? കഥാപാത്ര നിരൂപണം, കഥാപാത്ര പരിചയം, കഥാപാത്രത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് എഴുതാനൊക്കെ പറഞ്ഞാല് കഥാപാത്ര പരിചയം ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ഇനിയിപ്പം ഇത് തന്നെ വരണം എന്നില്ല. ഉണ്ണിക്കണ്ണനെ കുറിച്ചും ആവാം, അമ്മയെ കുറിച്ചാവാം, മുത്തശ്ശിയെ കുറിച്ചാവാം അല്ലേ? മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന് പറയുന്ന പാഠത്തില് നല്ലൊരു മുത്തശ്ശി ഉണ്ട് അല്ലേ? നാമം ജപിക്കുന്ന, ഉണ്ണിക്കണ്ണനെ എപ്പോഴും സ്നേഹിക്കുന്ന, ഉണ്ണിക്കണ്ണന് കഥകൾ പറഞ്ഞു കൊടുക്കുന്ന മുത്തശ്ശിയെ കുറിച്ച് എഴുതാൻ ഒരു പ്രശ്നവും ഇല്ല. നമ്മുടെ ക്ലാസ്സുകളിൽ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചതാണ്. ഇപ്പോൾ ഒന്ന് കേട്ട് നോക്കിയാല് ഇത് വേറെ ഒരു പ്രശ്നം ഇല്ലാണ്ട് എഴുതാൻ പറ്റൂലേ? നോക്കിയേ, പി കുഞ്ഞനന്ദൻ നായർ എഴുതിയ, പി കുഞ്ഞനന്ദൻ നായർ, അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? തിക്കോടിയൻ അല്ലേ? പി കുഞ്ഞനന്ദൻ നായർ എഴുതിയ മനോഹരമായ കഥയിലെ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥാഭാഗത്തിലെ കഥാപാത്രമാണ് മുത്തശ്ശി. ഉണ്ണിക്കണ്ണൻ എന്ന 7 വയസ്സുകാരനും അവന്റെ അമ്മയും മുത്തശ്ശിയുമാണ് കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. ചെവി കേൾക്കാത്ത, കാഴ്ചക്കുറവുള്ള, പല്ല് കൊഴിഞ്ഞ മുത്തശ്ശി തന്റെ പേരക്കുട്ടിയായ ഉണ്ണിക്കണ്ണന് നിരവധി കഥകൾ പറഞ്ഞു കൊടുക്കും. അവനെ സ്നേഹത്തോടെ മടിയിൽ വയ്ക്കുകയും തലോടുകയും ഉമ്മ വയ്ക്കുകയും ചെയ്യും. പിന്നെയോ, എന്നും നാമം ജപിക്കുന്ന മുത്തശ്ശിയുടെ രൂപം ഈ കഥയിൽ നിറഞ്ഞു കാണുന്നുണ്ട്. എന്നും നാമം ജപിക്കുന്ന മുത്തശ്ശിയുടെ രൂപം ഈ കഥയിൽ നിറഞ്ഞു കാണുന്നുണ്ട്. ഉണ്ണിക്കണ്ണനെ സ്നേഹം കൊണ്ട് മൂടുന്ന മുത്തശ്ശി അല്ലേ? ഉണ്ണിക്കണ്ണനെ സ്നേഹം കൊണ്ട് മൂടുന്ന മുത്തശ്ശി നന്മയുള്ള കഥാപാത്രമാണ് അല്ലെ? നന്മയുള്ള കഥാപാത്രമാണ്. ഉണ്ണിക്കണ്ണന്റെ അമ്മ ജോലി കഴിഞ്ഞു വരുന്നതുവരെ ഉണ്ണിക്കണ്ണനെ നോക്കുന്നതും മുത്തശ്ശി തന്നെ. ഉണ്ണിക്കണ്ണന്റെ അമ്മ ജോലിക്ക് പോകുന്നുണ്ട് എന്ന് നമുക്കറിയാലോ. അത് കഴിഞ്ഞു വരുന്നവരെ നോക്കുന്നത് ആരാണ്? മുത്തശ്ശിയാണ് അല്ലെ? നമ്മൾ ആഗ്രഹിക്കില്ലേ ഏതൊരു വീട്ടിലും കഥ പറഞ്ഞു അല്ലേ? കഥ പറഞ്ഞു കൊടുക്കുന്ന, സ്നേഹം കൊണ്ട് വേർപ്പ് മുട്ടിക്കുന്ന ഇങ്ങനെയൊരു മുത്തശ്ശിയെ പറ്റി പരിചയപ്പെടുത്തി നമ്മള്. മുത്തശ്ശി നാമം ജപിക്കും അല്ലെ? മുത്തശ്ശിക്ക് കണ്ണ് കാണില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ. കാഴ്ചയില്ലാത്ത അല്ലെ, സ്വഭാവ സവിശേഷതയാണ് നമ്മൾ എഴുതിയ. രൂപം വേണമെങ്കിൽ വർണ്ണിക്കാം. എന്താണ്? കാഴ്ച കുറവുള്ള, ചെവി കേൾക്കാത്ത അല്ലെ, നരച്ച പുരികവും കൺപീലികളുമുള്ള മുത്തശ്ശി, മെലിഞ്ഞ കൈവിരലുകളുള്ള മുത്തശ്ശി അല്ലെ? പറയാൻ പറ്റില്ലേ? യെസ്, ഇങ്ങനെയാണ് നമ്മൾ ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുത്താം. ഇനി നോക്കൂ, എന്താണ് പൃഥ്വി ബാച്ചിന്റെ എൻഡ് ഗെയിമിനെ പറ്റി നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്താൻ വന്നതാണ്. മിസ് എല്ലാ ടീച്ചേഴ്സും പറയാറുണ്ട്, ടീച്ചറും വീണ്ടും പറയാണ്, നിങ്ങൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ഇതൊരു റിവിഷൻ ബാച്ചാണ്. ആദ്യം തൊട്ട് ഇതുവരെയുള്ളതും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും അല്ലെ? നിങ്ങൾ വിചാരിക്കും ഇനി ജോയിൻ ചെയ്താൽ ഇനി അങ്ങോട്ടുള്ളതല്ലേ കിട്ടുന്നു? അല്ല, ആദ്യം തൊട്ടുള്ളത് നിങ്ങൾക്ക് കിട്ടാൻ പോവാണ് കേട്ടോ. എൻഡ് ഗെയിം ബാച്ചാണ് മക്കളെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. 9994000800 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ചിട്ട് സംശയമൊക്കെ തീർക്കുക. എന്നിട്ട് നമ്മുടെ എൻഡ് ഗെയിമിൽ വന്ന് ജോയിൻ ചെയ്യുക പൃഥ്വി ബാച്ചിന്റെ കേട്ടോ. ഡെയിലി ലൈവ് റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെ നിങ്ങളുടെ ഇതുവരെയുള്ള പോർഷൻസ് ഒക്കെ ക്ലിയർ ആയിട്ട് കോൺസെപ്റ്റുകൾ പഠിപ്പിച്ചു തരും. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ.